ടെക്നോസിറ്റിക്ക് സ്മാർട്ട് സിറ്റി ഒരിക്കലും തടസ്സമാകില്ലെന്ന് ശശി തരൂർ എം പി. ടെക്നോസിറ്റി യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും. ഇക്കാര്യത്തിൽ IT മന്ത്രിയുമായി ഉടൻ ചർച്ച നടത്തുമെന്നും ശശി തരൂർ മനോരമ ന്യൂസിനോട് പറഞ്ഞു. 2004-ൽ UDF സർക്കാരാണ് സ്മാർട്ട് സിറ്റി കരാറിൽ ആദ്യം ഒപ്പുവെച്ചത്. പിന്നീട് വന്ന സർക്കാർ ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു. തുടർന്ന് വന്ന UDF പ്രഥമ പരിഗണന നൽകിയത് സ്മാർട്ട് സിറ്റിക്കാണ്. ഇത്രയും നാളായ പ്രോജക്ട് ഇനിയും വൈകിപ്പിക്കാനാവാത്തതുകൊണ്ടാണ് സ്മാർട്ട് സിറ്റി ആദ്യ പദ്ധതിയായി എടുത്തത്. ഇതിന്റെ പേരിൽ ടെക്നോസിറ്റി വൈകില്ല. ടെക്നോസിറ്റിക്ക് ആവശ്യം രാജ്യാന്തര കമ്പനികളാണ്. കമ്പനികൾ താല്പര്യം കാണിച്ചാൽ അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യവും ഒരുക്കും. അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് തിരുവനന്തപുരത്തിലുള്ളത് ഒരു വെരി പോസിറ്റീവ് വർക്കിംഗ് എൻവയറമെന്റ് ആണുള്ളത്. വെളിയിൽ നിന്ന് വരുന്ന ജനങ്ങൾ പറയുന്നു ടെക്നോ പാർക്കിൽ അവർക്ക് പ്രവർത്തിക്കാൻ വലിയ ഇഷ്ടമാണെന്ന്. അതേപോലുള്ള സൗകര്യങ്ങൾ നമ്മൾ ടെക്നോസിറ്റിയിലും കൊടുക്കണം. ഇപ്പം സ്മാർട്ട് സിറ്റിന്റെ കാരണമായിട്ട് ഡിസ്ട്രാക്ഷൻ എന്നല്ല, സ്മാർട്ട് സിറ്റി വേറെ വിധത്തിലൊരു പ്രോജക്റ്റാണ്. ഞാൻ IT മിനിസ്റ്ററോടും സംസാരിക്കാൻ പോവുകയാണ്. സ്മാർട്ട് സിറ്റി നടക്കട്ടെ, പക്ഷേ ടെക്നോസിറ്റിയെ ഒരിക്കലും മറക്കരുത്. ടെക്നോ പാർക്കിലെയോ അതിനേക്കാൾ മെച്ചപ്പെട്ടതോ ആയ സൗകര്യമാണ് ടെക്നോസിറ്റിയിൽ ഒരുക്കേണ്ടത്. പടിപടിയായി ഓരോ പദ്ധതികൾ പൂർത്തീകരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ടെക്നോ പാർക്കിന്റെ 2ാം ഘട്ടമാണ് അടുത്ത ലക്ഷ്യം. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉടൻ IT മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും ശശി തരൂർ പറഞ്ഞു.